awesome God. Our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. Our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. Our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. Our God is an awesome God. പ്രിയപ്പെട്ടവരെ, ബുരാടി ധ്യാനകേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പെന്തക്കോസ്തിക്ക് ഒരുക്കമായിട്ടുള്ള നൊവേന സംഘടിപ്പിക്കുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഈ നൊവേനയിലേക്കും പ്രാർത്ഥനയിലേക്കും ഒരുക്ക ശുശ്രൂഷയിലേക്കും എല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇത് സംഘടിപ്പിക്കുന്ന ബുരാടി ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടറോടും സിറിൽ ജോൺ സാറിനോടുമൊക്കെ സഭയുടെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലോകം മുഴുവൻ ഒരു വലിയ വിപത്തിനെ നേരിടുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നാം ഈ നൊവേന നടത്തുക. കോവിഡ് എന്ന ഈ മഹാവിപത്ത് എത്രമാത്രം നാശം വിതച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാവരും അതാത് കുടുംബങ്ങളിലേക്ക്, വീടുകളിലേക്ക്, ഉള്ളിലേക്ക് ചുരുങ്ങുകയും സോഷ്യൽ ഡിസ്റ്റൻസിങ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ വർഷം നാം ഈ പെന്തക്കോസ്തി തിരുനാൾ ആഘോഷിക്കുക. വളരെ അർത്ഥപൂർണമായ ഒരാഘോഷമായി തീരണം എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഈ കോവിഡ് കാലയളവ് പല വിധത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നമ്മളുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നതിനുള്ളൊരു കാലഘട്ടം ആയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കോവിഡ് കാലം വന്നപ്പോൾ നമുക്ക് 3 തരത്തിലുള്ള ആളുകളെ കണ്ടുമുട്ടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആദ്യത്തെ കൂട്ടര് ഗവൺമെൻറ് ഇപ്രകാരം ഒരു വലിയ സംവിധാനം ക്രമീകരിച്ചിരിക്കുന്നു, സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ മറവിൽ എനിക്ക് എൻ്റെ ആരോഗ്യമാണ്, എൻ്റെ സൗകര്യമാണ് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് ഉൾവലിഞ്ഞ വീട്ടിലൊതുങ്ങിക്കൂടുന്ന, ഞാൻ കാരാഗൃഹത്തിലെ പോലെയാണ്, ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ കംപ്ലൈൻറ്റ് പറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടർ. രണ്ടാമതൊരു കൂട്ടർ ഇതുപോലെ ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണെങ്കിലും ഒരു ആത്മീയ പരിവേഷം കൂടി കൊടുക്കുന്നു. നേരത്തെ ഒരു കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്ന ഞാനിപ്പോൾ 4 ചൊല്ലുന്നു. ഒരമ്മച്ചി പറഞ്ഞതുപോലെ ഞായറാഴ്ചയൊക്കെ നേരത്തെ ഒരു കുർബാന കണ്ടിരുന്ന സ്ഥാനത്ത് 3 റീത്തിലെയും 3 കുർബാന രാവിലെ മുതൽ ഉച്ചവരെ കാണുന്നു എന്നൊക്കെ പറയുന്ന ആത്മീയതയുടെ പരിവേഷം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം. നേരത്തെ 1000 കൊന്തയായിരുന്നത് ഇപ്പം 1,00,000 കൂട്ടുക. നേരത്തെ 1 മില്യൺ കരുണക്കൊന്തയായിരുന്നത് 10 മില്യൺ ആക്കുക എന്നിങ്ങനെയുള്ള പ്രത്യേകമായ ഒരു ആത്മീയ പരിവേഷം കൂടി കൊടുത്തിട്ട് നമ്മളുടെ ഉള്ളിൽ തന്നെ ഒതുങ്ങിയിരിക്കുന്ന മറ്റൊരു കൂട്ടർ. മൂന്നാമതൊരു കൂട്ടരെ നമ്മൾ കാണുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ തീഷ്ണതയിൽ, പ്രതിസന്ധി ഘട്ടത്തിൽ ശുശ്രൂഷയുടെ മനോഭാവത്തോടുകൂടി വേണ്ടി വന്നാൽ ഈ കോവിഡിലൂടെ മരിക്കേണ്ടി വന്നാലും ഞാനതിന് തയ്യാറായിരിക്കുന്നു എന്ന് പറയുന്ന ശുശ്രൂഷയുടെ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ള ആത്മീയ ഗുരുക്കളും ഡോക്ടേഴ്സും നേഴ്സസും മറ്റ് സാമൂഹ്യക്ഷേമ പ്രവർത്തകരും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സംഘം ലോകം മുഴുവൻ പ്രവർത്തിക്കുന്നു. ഈ കോവിഡ് കാലയളവിൽ നമുക്ക് പരിശോധിക്കാനുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളിൽ പ്രത്യേകമായ ഒരു പ്രത്യേക ദാനമാണ് ധൈര്യം എന്ന് പറയും. ഭീരുത്വത്തിൻ്റെ ഒരു ചുറ്റുപാടിലേക്ക് കോവിഡ് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുന്നത് നന്നായിരിക്കും. ധൈര്യത്തിൻ്റെ, ദൈവാശ്രയത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് കോവിഡ് നമ്മളെ കൊണ്ടുപോകുന്നോ എന്ന് നാം ആത്മശോധന ചെയ്യുന്നത് നന്നായിരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ ഈ നമ്മളുടെ നൊവേന കഴിഞ്ഞ് ഈ കോവിഡിൻ്റെ കാലം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഒരു പുതിയ സഭ, ഒരു പുതിയ ചൈതന്യമുള്ള സഭ,
തീക്ഷ്ണതയുള്ള ഒരു സഭ, സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങുന്ന ഒരു സഭ, വേണ്ടി വന്നാൽ ഞാനതിനു വേണ്ടി മരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സഭ, അതുപോലെ തന്നെ ഇതുപോലുള്ള മഹാമാരികൾ വരുമ്പോൾ ഞങ്ങൾ അതിൻ്റെ മുമ്പിൽ മുന്നണി പോരാളികളായിട്ടുണ്ട്, എന്തു വന്നാലും ഞങ്ങൾ അതിനെ നേരിടും, ദൈവജനത്തോടൊപ്പം ആയിരിക്കും എന്ന് പറയുന്ന ഒരു സഭയായി നാം മാറണം എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ വേദപുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ കാണുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവജനത്തോടൊപ്പം ആയിരിക്കുകയും ദൈവജനത്തെ നയിക്കുകയും ചെയ്യുന്ന നേതാക്കളെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. മോശയായാലും ജോഷുവ ആയാലും യൂദിത്ത് ആയാലും നെഹമ്യ ആയാലും വലിയ പ്രവാചകന്മാരായാലും എല്ലാവരും നമ്മൾ കാണുന്നത് അവരെല്ലാവരും ദൈവജനത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരോട് ചേർന്ന് നിന്നവരും അവരുടെ പ്രതിസന്ധിയിൽ അവരോട് ഇഴുകിച്ചേർന്നവരും ആ പ്രതിസന്ധിയിൽ വേണ്ടി വന്നാൽ മരിക്കാൻ പോലും തയ്യാറായിരിക്കുന്നു എന്ന് പറയുന്നവരുമാണ് വിശ്വാസത്തിൻ്റെ മുന്നണി പോരാളികൾ. അങ്ങനെ ഒരു സഭയെ ഈ അടുത്ത നാളുകളിൽ കാണാനായിട്ട് ഞാൻ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ ഞാനൊരു ദോഷഗതിക്കാണെന്ന് വിചാരിക്കരുത്. ചിലപ്പോഴെങ്കിലും അങ്ങനെ എനിക്ക് തോന്നിപ്പോകുന്നു. ഭാരതത്തിലെ സാഹചര്യത്തിൽ എല്ലാവരും ഒന്നു ചേർന്ന് ഈ കോവിഡ് കാലയളവിൽ ഞങ്ങളിതാ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവജനത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു നേതൃത്വത്തെയോ ഒരു ധീരതയുടെ ആത്മാവിനെയോ എവിടെയോ സഭയായി നമുക്ക് കൈമോശം വന്നിട്ടില്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു. അങ്ങനെയുണ്ടെങ്കിൽ ഈ പെന്തക്കോസ്തിക്കാലം ഈ ധീരതയുടെ ആത്മാവിനെ നമുക്ക് നൽകുന്നതിനും ഭാരതം മുഴുവൻ ലോകം മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കുന്നതുവരെ ഞങ്ങളിനി വിശ്രമിക്കില്ല എന്ന് പറയുന്ന ഒരു ധീരതയുടെ ആത്മാവ്, അതുപോലെ തന്നെ അനേകായിരങ്ങൾ കോടാനുകോടി ജനങ്ങൾ നമുക്ക് ചുറ്റും വിവിധങ്ങളായ പ്രശ്നങ്ങളിൽപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഉഴലുമ്പോൾ അവർക്ക് നേതൃത്വം വഹിക്കുന്നവരായി മാറുന്ന ഒരു സഭ, അങ്ങനെയുള്ള ഒരു സഭയായി മാറുന്നതിന് ഈ പെന്തക്കോസ്തി കാലയളവ് നമ്മെ സഹായിക്കട്ടെ. ധീരതയുടെ ആത്മാവ്, ദൈവാശ്രയത്തിൻ്റെ ആത്മാവ്, ദൈവഭയത്തിൻ്റെ ആത്മാവ് എപ്പോഴും നമ്മെ നയിക്കുന്നതിനും അങ്ങനെ സുവിശേഷത്തിൻ്റെ പ്രഘോഷകരും മുന്നണി പോരാളികളുമാകുന്നതിനും ഇതുപോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലും കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് 34-ാം സങ്കീർത്തനം പറയുന്നത് പോലെ കർത്താവിൻ്റെ ദൂതർ അവിടുത്തെ ഭക്തർക്ക് ചുറ്റും പാളയമടിച്ച് കാവൽ ചെയ്യുന്നു എന്ന് പറയുന്ന ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പൂർണ്ണമായ ദൈവാശ്രയത്തോടെ ദൈവിക ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങുന്ന ധീരതയുള്ള മക്കളായി തീരുന്നതിന് നമ്മളുടെ സഭാമക്കളെ എല്ലാവരെയും ഈ പെന്തക്കോസ്തി കാലയളവ് അനുഗ്രഹിക്കട്ടെ. ഈ നൊവേന അതിന് സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മുടെ സഭയെയും നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. സങ്കീർത്തനം 37:4 കർത്താവിൽ ആനന്ദിക്കുക, അവിടുത്തെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ഹല്ലേലൂയ. ഇവരുടെ ഇന്ന് നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ശുശ്രൂഷ ഉടനീളം നമ്മുടെ കർത്താവിൽ ആനന്ദിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് കടന്നു പോകുന്നത്. കാരണം പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാണ് ആനന്ദം എന്നുള്ളത്. ഈ ആനന്ദം എന്നറിയാൻ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് പൂർണ്ണമായി നമുക്ക് തുറന്നു കൊടുക്കാം. വീണ്ടും മിസ്റ്റർ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാം വചനം, 2-3 പേർ എന്റെ നാമത്തിൽ മധ്യേ ഞാൻ ഉണ്ടായി. കർത്താവിന്റെ വാഗ്ദാന ഫലമാണ് ഇവരുടെ ഈ സമയം. നമുക്ക് ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നാം എവിടെയായിരിക്കും, നമ്മുടെ ഭവനത്തിലായിരിക്കാം, ഒരുപക്ഷെ സ്ഥാപനങ്ങളിലായിരിക്കാം, നമുക്ക് എഴുന്നേറ്റിരുന്നുകൊണ്ട് ഈ വചനത്തിന്റെ പൂർണ്ണതയിലേക്ക് കടക്കുവാനായിട്ട് കർത്താവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചത് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഇവിടെ ഈ സമയം നമ്മുടെ നെറ്റിയിൽ വിശുദ്ധ പുരുഷന്റെ അടയാളം വരച്ചുകൊണ്ട് നമ്മൾ വിശുദ്ധ പുരുഷൻ മുദ്രയാക്കപ്പെടാൻ പോവുകയാണ്. വിശുദ്ധ പുരുഷന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാവർക്കും നമുക്ക് സ്തുതി കൊടുക്കാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവർത്തനം 4-ാം അധ്യായം 30-ാം തിരുവചനം, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനും സമരിയായാലും ഭൂമിയുടെ അതിർത്തിക്ക് സാക്ഷികളാവും. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നിറയപ്പെടുവാൻ വേണ്ടി നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. വീണ്ടും മിസ്റ്റർ പൗലോസ് എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 30-ാം വചനം, രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രരാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ
വേദനിപ്പിക്കരുത്. ഹല്ലേലൂയ. ഇവിടെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, സഹായകനാണ്, നമ്മുടെ കൂട്ടുകാരനാണ്. ആ പരിശുദ്ധാത്മാവിന്റെ കൂടെ മുന്നോട്ട് നടന്നു പോകുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി ദാഹത്തോടെ നമുക്കായിരിക്കാം. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നെന്നറിയാൻ വേണ്ടി ഈ സമയം നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. അപ്പോസ്തലപ്രവർത്തനം 2-ാം അധ്യായം 3-4 തിരുവനന്തപുരം നമ്മൾ കാണുന്നു. അഗ്നിജ്വാലകൾ കൂടെ നാവുകൾ തങ്ങളുടെ ഓർമ്മയിൽ ഇറങ്ങി വന്ന് നിൽക്കുന്നത് അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷകൾ വിവിധ ഭാഷ സംസാരിക്കാൻ. ഹല്ലേലൂയ. ഇവിടെ പരിശുദ്ധാത്മാവെന്ന അഗ്നി നമ്മുടെ മേൽ ഇറങ്ങി വന്ന് നമ്മുടെ മാനുഷിക മാലിന്യങ്ങളെ കത്തി എരിയിച്ചുകൊണ്ട് ദൈവകൃപയെ നിറയ്ക്കുവാൻ ഈ സമയം നമുക്ക് ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മൾ മറ്റൊരു വ്യക്തിയായി മാറിക്കൊണ്ട് നമ്മൾ വിവിധ ഭാഷകളിൽ ഭാഷാപരത്തിൽ സംസാരിക്കുന്ന ഒരു രീതിയിൽ കണ്ടുവരുവാൻ നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. വീണ്ടും അപ്പോസ്തലപ്രവർത്തനം 4-ാം അധ്യായം 30-31 നമ്മൾ കാണുന്നു. അവിടുത്തെ പരിശുദ്ധ ദാസ യേശു നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതം സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം കൂടുതൽ പ്രസംഗിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. 31-ാമത്തെ വചനം പറയുന്നു, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ നിന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ധൈര്യസമേതം വചനം പ്രഘോഷിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ഇവരെ നമ്മൾ ഇന്ന് എവിടെയായിട്ട് പ്രാർത്ഥിക്കുന്നു, ഈ പ്രാർത്ഥന സമയത്ത് നമ്മളായിരിക്കുന്ന ഭവനങ്ങളും നമ്മളായ സ്ഥലങ്ങളും കുലുങ്ങണം, പരിശുദ്ധാത്മാവ് നിറയണം. ആ വലിയൊരു ദാഹത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ വചനം നമുക്ക് ഒന്നുകൂടി ശ്രമിക്കാം. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ നിന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. ധൈര്യസമേതം വചനം പ്രഘോഷിച്ചു തുടങ്ങി. ഇവരുടെ നമ്മുടെ കരകൾ നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്തി ഈ സമയം പിതാവിന്റെയും പുത്രന്റെയും ഭക്തന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ അഗ്നിമഴയായി പെയ്യുവാൻ ദാഹത്തോടെ അഭിഷേകത്താൽ നിറയ്ക്കുവാൻ വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയം തുറന്ന് നമുക്ക് സ്വരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിച്ചാൽ പരിശുദ്ധാത്മാവ് വലിയ നിറവിന് വേണ്ടി നമ്മുടെ ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും స్తోత్రం కృపావే స్తుతి ఆరాధన మహత్వం 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 హాల 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 హల్లెలూయా హల్లెలూయా హాల 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 హల్లెలూయా 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 హాల 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 స్తుతి స్తోత్రం ఆరాధన మహత్వం 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 హల్లెలూయా హల్లెలూయా స్తోత్రం హాల 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 హల్లెలూయా 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 സ്തോത്രം കർത്താവേ, നന്ദി, സ്തുതി, ആരാധന 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 ഹാല 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 ഹാല. ഇറങ്ങി
നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് നിറഞ്ഞ പരിശുദ്ധാത്മാവ് നമുക്കൊന്ന് അനുഭവിക്കാം. നമുക്ക് ശാന്തമായിട്ട് ആ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ നമുക്ക് കേൾക്കുവാണ്ട് നമ്മുടെ കാതുകളെയും നമ്മുടെ ഹൃദയങ്ങളെയും നമുക്ക് തുറന്നു വെക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ ഈ സമയം നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി എന്ന വിഷയത്തെക്കുറിച്ച്, ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ക്ലാസ് എടുക്കുവാനായിട്ട് ഇന്ന് നമുക്ക് വേണ്ടി ദൈവം നിയോഗിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട റോയി പീറ്ററിനെയാണ്. അദ്ദേഹം DSC മെമ്പറാണ്. നമുക്ക് അദ്ദേഹത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് സന്ദേശങ്ങൾ ശ്രവിക്കുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹോദരരെ, പന്തക്കുസ്ത തിരുനാളിന്റെ ഒരുക്കമായിട്ടുള്ള ഈ 9 ദിവസത്തെ നൊവേന പ്രാർത്ഥനയുടെ 2ാം ദിവസമായ ഇന്ന് നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ. പരിശുദ്ധാത്മാവ് പരിശുദ്ധ ത്രിത്വത്തിലെ പിതാവിനെയും പുത്രനെയും പോലെ തന്നെ ഒരു തികഞ്ഞ വ്യക്തിത്വമാണ് എന്ന് നമുക്ക് ആർക്കും സംശയമില്ല. പരിശുദ്ധാത്മാവ് പരിശുദ്ധ ത്രിത്വത്തിലെ 3ാമത്തെ ആളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മുടെ പ്രാർത്ഥനയുടെ സമയത്ത്, നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ധ്യാനിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത് പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണ്. എന്തൊക്കെയോ തന്നെ നമ്മളെ ബലപ്പെടുത്തുന്ന, നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന, നമുക്ക് ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും തരുന്ന, വരദാനങ്ങൾ തരുന്ന ഒരു ശക്തിയായിട്ടാണ് നമ്മുടെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് പെട്ടെന്ന് കടന്നു വരുന്നത്. അത് നമ്മുടെ ആരുടെയും തെറ്റല്ല. കാരണം നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബൈബിളിൽ വായിക്കുന്നത്, കൂടുതൽ പ്രാവശ്യം കാണുന്നത് അഗ്നിയുടെ രൂപത്തില്, തീനാളത്തിന്റെ രൂപത്തില്, കൊടുങ്കാറ്റിന്റെ രൂപത്തില്, പ്രാവിന്റെ രൂപത്തിലൊക്കെയാണ്. എന്നിരുന്നാലും നമ്മൾ സൂക്ഷിച്ചു വായിക്കുമ്പോൾ 4 സുവിശേഷകരും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈശോയുടെ ജ്ഞാനസ്നാന സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്നാണ്. പ്രാവല്ല, പ്രാവിന്റെ രൂപത്തില്. സഹോദരങ്ങളെ, ഈശോ തന്നെ ശിഷ്യന്മാരോട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞ ഭാഗം യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 16-ാം അധ്യായം 17-ാം വാക്യം. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അരികിലേക്ക് ഞാൻ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. ഈശോ എടുത്തെടുത്ത് പറയുകയാണ് അവൻ. ജോൺ 16:13 എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് സംസാരിക്കും. ജോൺ 14:16 ഞാൻ പിതാവിനോട് പ്രാർത്ഥിച്ച് മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരും. സ്നേഹിതരെ, യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിൽ മാത്രം 19 പ്രാവശ്യം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്ന് പ്രതിപാദിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന് അവന് ഹി, ഹിസ്, ഹിം എന്ന് പ്രതിപാദിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെങ്കിൽ ഒരു വ്യക്തിക്കുള്ള എല്ലാ ചേതോ വികാരങ്ങളും പരിശുദ്ധാത്മാവിനുണ്ട്, ഉണ്ടാകണം. അത് ബൈബിളിൽ എങ്ങനെയാ പറയുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. എഫേസ്യരുടെ ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യം. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നത്. ഒരു ശക്തിയാണെങ്കിൽ ആ ശക്തിക്ക് വേദന എന്നുള്ള ആ ഫീലിംഗ് ഉണ്ടാകുകയില്ല. ഒരു വ്യക്തിക്കാണ് വേദനയുള്ളത്. വ്യക്തമായിട്ട് പൗലോസ്ലീഹ പറയുന്നു, പരിശുദ്ധാത്മാവിന് വേദനയുണ്ടാകുമെന്ന്. 1 കൊറിന്ത്യസ് 2:13 തന്നിമിത്തം ഞങ്ങൾ ഭൗതിക വിജ്ഞാനത്തിന്റെ വാക്കുകളിൽ പ്രസംഗിക്കുകയല്ല,
ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിന്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ രഹസ്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു, ഒരു ടീച്ചറാണ്. പരിശുദ്ധാത്മാവിന്റെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കഴിവുകളെ കുറിച്ച്, കഴിവിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്റലക്ച്വൽ ആയിട്ടുള്ള കഴിവ്, അറിവ് ഒരു വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ. 1 കൊറിന്ത്യസ് 12:14 തന്റെ ഇച്ഛയ്ക്ക് ഒത്ത് ഓരോരുത്തർക്കും പ്രത്യേകമായ ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിന്റെ പ്രവൃത്തിയാണ് ഇതെല്ലാം. തന്റെ ഇച്ഛയ്ക്കനുസരിച്ച്, ഇഷ്ടത്തിനനുസരിച്ച്, വില്ലിനനുസരിച്ച്, മനസ്സിനനുസരിച്ച്, തന്റെ മനസ്സാക്ഷിക്കനുസരിച്ച്. പരിശുദ്ധാത്മാവിന് തെരഞ്ഞെടുപ്പ്, ഇഷ്ടപ്പെടലുകൾ, ഓരോരുത്തർക്കും പ്രത്യേകം ദാനങ്ങൾ കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനം 13:2 അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർണാബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കായി എനിക്കായി മാറ്റി നിർത്തുക. തെരഞ്ഞെടുത്ത് മാറ്റി നിർത്തുന്നു, പ്രത്യേകം ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു. ഒരു വ്യക്തിയിലൂടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും. അപ്പസ്തോല പ്രവർത്തനം 10, 19, 20 പത്രോ ദർശനത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ആത്മാവ് അവനോട് പറഞ്ഞു, ഇതാ 3 പേർ നിന്നെ അന്വേഷിക്കുന്നു. എഴുന്നേറ്റ് താഴേക്ക് പോവുക, ഒന്നും സംശയിക്കാതെ അവരോടൊപ്പം പോവുക, എന്തെന്നാൽ ഞാനാണ് അവരെ അയച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെട്ടവര്. ആ അയപ്പിനെ കുറിച്ച് കൃത്യമായിട്ട് മെസ്സേജ് നൽകുന്ന പരിശുദ്ധാത്മാവ്. ഞാനാണ് അവരെ അയച്ചിരിക്കുന്നത്, ഒരു സംശയവും വേണ്ട. എഴുന്നേറ്റ് പോകുവാൻ പത്രോസിലേക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന പരിശുദ്ധാത്മാവ്. സഹോദരങ്ങളെ, ബൈബിളില് നമുക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങളില് നമ്മുടെ ശിഷ്യന്മാരുടെ കൂടെ ജീവിച്ച്, കൂടെ ആയിരുന്ന്, കൂടെ സഹവസിച്ച് പരിശുദ്ധാത്മാവിനെ കാണാൻ സാധിക്കും. ലൂക്കായുടെ സുവിശേഷം അവസാനത്തെ വാക്യങ്ങളിൽ ഈശോ തന്നെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, സഹായകൻ വരുന്നത് വരെ നിങ്ങൾ ജെറുസലേം വിട്ട് പുറത്തു പോകരുത്. ആ സഹായകന്റെ സാന്നിധ്യം, ആവശ്യം ഈശോ അത്രയധികമായി മനസ്സിലാക്കിയിരുന്നു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10:29 ആത്മാവിനെ അപമാനിക്കുന്നവർക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. എഫെസൂസുകാർ 4:30 പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 5:9 കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിക്കരുതെന്ന് നമ്മളോട് എടുത്തു പറയുന്നു. നമുക്ക് പരിശുദ്ധ ത്രിത്വത്തിന്റെ ആ കൺസ്ട്രക്ഷനെ കുറിച്ചൊന്ന് ചിന്തിക്കാം. നമ്മളൊരു ബിൽഡിംഗ് പണിയുവാണെങ്കിൽ ആ ബിൽഡിങ്ങിന് എത്ര മുറികളുണ്ട്, എങ്ങനെയാണ് പണിയേണ്ടത്, എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്, ഇതെല്ലാം തീരുമാനിക്കുന്ന ഒരു ആർക്കിടെക്ട്. ഒരു പക്ഷേങ്കില് പിതാവായ ദൈവത്തിന് ഒരു ആർക്കിടെക്റ്റിന്റെ ഉത്തരവാദിത്വമായിരിക്കാം നിർവഹിക്കപ്പെടുന്നത്. പുത്രനായ ഈശോ ആ പണികൾ കൃത്യമായി ചെയ്യിപ്പിക്കുന്ന ഒരു സൂപ്പർവൈസറുടെ അല്ലെങ്കിൽ ഒരു ഫോർമാന്റെ തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരിക്കും ആ ജോലികൾ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അവിടെ ജോലിക്കാരനായിട്ട്, പണിക്കാരനായിട്ട്, വേലക്കാരനായിട്ട് നിൽക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് ചിന്തിക്കുവാണെങ്കിൽ നമ്മുടെ കർത്താവിന്റെ കൂടെ 3 വർഷം കർത്താവിന്റെ ശിഷ്യന്മാരുണ്ടായിരുന്നു. അവർ കർത്താവിന്റെ കൂടെ ഊണിലും ഉറക്കത്തിലും എല്ലാ കാര്യങ്ങളിലും ഭക്ഷണം കഴിച്ചും കർത്താവ് കാണിച്ച എല്ലാ അത്ഭുതങ്ങളും നേരിൽ കണ്ടും കർത്താവിന്റെ മരണത്തിലും ഉത്ഥാനത്തിലും കൂടെ ഉണ്ടായിരുന്നവരാണ്. എങ്കിലും ഒരിക്കൽ പോലും കർത്താവിനെ നേരിൽ കണ്ടിട്ടുണ്ട് എന്ന് പരിശുദ്ധ ബൈബിള് നമുക്ക് പറയാത്ത, നമ്മളോട് പറയാത്ത പൗലോസ് ലീഗ ഈ ശിഷ്യന്മാരെക്കാൾ കൂടുതലായിട്ട് ഈശോയെ മനസ്സിലാക്കുന്നതും ഈശോയുടെ സന്ദേശങ്ങള് ലോകം മുഴുവനെ സഭയെ പഠിപ്പിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ പൗലോസ് ലീഹായെ
ഈ രഹസ്യങ്ങൾ മുഴുവൻ പഠിപ്പിച്ചത്, ഈ കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കാൻ ഇത്രയും ശക്തമായി കർത്താവിന് വേണ്ടി നിലകൊള്ളാൻ സഹായിച്ചത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് എന്നതിന് ഒരു സംശയവും വേണ്ട. പത്രോസ്ലീഹ തന്റെ 2-ാം ലേഖനം അവസാനം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്, പൗലോസ്ലീഹ എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് എന്ന്. സഹോദരങ്ങളെ, ഈശോ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ് എന്ന് സ്വർഗത്തിന്റെ വെളിപ്പെടുത്തൽ ആദ്യം ലഭിച്ചത് പത്രോസ്ലീഹയ്ക്കാണ്. ആ പത്രോസ്ലീഹയാണ് പൗലോസ്ലീഹയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്: യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഈ ലോകത്തില് നമ്മളുടെ ഉത്തരവാദിത്വ നിർവഹണത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് യേശുക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ സഹവാസം. സഹവാസം എന്ന് പറയുമ്പോൾ എല്ലാ നിമിഷവും നമ്മളോടുകൂടി ആയിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്, ആയിരിക്കേണ്ട പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഓരോ നിമിഷ ജീവിതത്തെയും പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കപ്പെടണമെന്നതിനെ കുറിച്ചാണ്. സഹോദരങ്ങളെ, ദൈവം തന്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ് നമ്മളെ സൃഷ്ടിച്ചത്. നമുക്കറിയാം, ത്രിയേക ദൈവത്തിൽ 3 വ്യക്തികളാണ്, 3ഉം ഒന്നാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിന് നമ്മുടെ രൂപവും സാദൃശ്യവുമാണ്. നമ്മളെ പോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ വേദനകള്, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകള്, നമ്മളുടെ കടബാധ്യതകള്, നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകള്, പഠിക്കാനുള്ള കഴിവ് കുറവ്, നമ്മളുടെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്, മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ആയതിനാല് നമുക്ക് ഈ പരിശുദ്ധാത്മാവുമായിട്ട് ഒരു അഭേദ്യമായ ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും, നമ്മളുടെ ഇരിപ്പിലും നടപ്പിലും, നമ്മളുടെ പഠനത്തിലും സംസാരത്തിലും എല്ലാ പ്രവർത്തനങ്ങളിലും, അത് എത്ര നിസ്സാരമോ എത്ര വലുതോ ആയിക്കൊള്ളട്ടെ, ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഉറങ്ങാൻ പോകുമ്പോൾ വരെ നമുക്ക് നമ്മളുടെ കൂടെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഏറ്റവും നല്ലൊരു സുഹൃത്തായിട്ട്, സഹായകനായിട്ട് കൂട്ടിക്കൊണ്ട് നടക്കുവാൻ പരിശ്രമിക്കാം. അങ്ങനെ വരുമ്പോൾ പരിശുദ്ധാത്മാവുമായിട്ട് ആദിമസഭയിൽ നമ്മുടെ കർത്താവിന്റെ ശിഷ്യന്മാർക്ക് ഉണ്ടായിരുന്നത് പോലെ ഒരു അഭേദ്യമായ ബന്ധം നമുക്ക് പരിശുദ്ധാത്മാവുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിലൂടെ നമ്മുടെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളും, സംസാരങ്ങളും, പ്രവർത്തനങ്ങളും എല്ലാം നമ്മുടെ ശ്വാസോച്ഛ്വാസം വരെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാൻ സാധിക്കണം. ഇന്ന് ഈ ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രത്യേകമായ ഈ പരീക്ഷണ ഘട്ടങ്ങൾ നമുക്കറിയാം. ഒരു പക്ഷേങ്കില് നോഹയുടെ കാലത്തിന് ശേഷം ലോകത്തെ മുഴുവൻ ഒന്നായിട്ട് പരീക്ഷണത്തിന്, വേദനയ്ക്ക് വിട്ടുകൊടുക്കുന്ന ഒരു സമയമായത് പിതാവായ ദൈവം അനുവദിച്ച ഒരു സമയം. നമുക്ക് വേണ്ടിയും ഈ ലോകം മുഴുവന് വേണ്ടിയും കർത്താവായ യേശുക്രിസ്തുവിന്റെ പാത പിന്തുടരുന്ന എല്ലാവർക്കും വേണ്ടിയും നമ്മൾ ചരിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കറിയത്തില്ല നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന്. നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാം വാക്യം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു: നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഏറ്റവും നല്ലൊരു സഹായകനായിട്ട് നമുക്ക് നമ്മളുടെ കൂടെ കൂട്ടിക്കൊണ്ട് നടക്കാം. അങ്ങനെ ഈശോ നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും കൃത്യമായി നിർവഹിക്കാനുള്ള ശക്തി
നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പേര് ടോമി എമിയു. ഫരീദാബാദ് രൂപതയുടെ കീഴിലുള്ള സെൻറ് ജോൺ ചർച്ച് സാഹിബാബാദ് ഷാലിമാർ ഗാർഡനിൽ ഞാൻ വരുന്നു. ഇവിടെ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു അത്ഭുതകരമായ രക്ഷപ്പെടലിനെ കുറിച്ച് പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫെബ്രുവരി മാസം 21, 22, 23 തീയതികളിൽ ജീവൻ ജ്യോതി ആശ്രമം ബുരാടിയിൽ വെച്ച് ഡൽഹി വചനാഭിഷേക ബൈബിൾ കൺവെൻഷൻ ബഹുമാനപ്പെട്ട ദാനിയേൽ കൂടുതൽ വെച്ച് നയിക്കുകയുണ്ടായി. ഈ കൺവെൻഷനിൽ പങ്കെടുക്കുവാനായിട്ട് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും 13 വയസ്സ് പ്രായമുള്ള 2 ഇരട്ട പെൺകുട്ടികളായിരിക്കുള്ളത് ഞങ്ങളിവിടെ വന്ന് പങ്കെടുത്തു. ഞങ്ങൾ ഈ 3 ദിവസവും ഇവിടെ താമസിച്ചാണ് പങ്കെടുത്തത്. അതിനുശേഷം 23-ാം തീയതി ഞങ്ങൾ ഇവിടെ തിരിച്ചു പോയപ്പോൾ ഞങ്ങളുടെ വഴിയിൽ വലിയൊരു തടസ്സമുണ്ടായി. വലിയൊരു ദുരന്തം എന്ന് പറയാം. ആ ദുരന്തത്തിൽ നിന്നും ഒരു വ്യക്തിയുടെ രീതിയിൽ പരിശുദ്ധാത്മാവ് വന്ന് കരം പിടിച്ച് ഞങ്ങളെ രക്ഷിച്ച ഒരു അത്ഭുതത്തെക്കുറിച്ചാണ്, അത്ഭുതസാക്ഷ്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 18-ാം തിരുവചനം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഹല്ലേലൂയ. വചനം വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് വാഗ്ദാനം തരികയാണ്. നീ ഒരു ക്രിസ്ത്യാനിയായ വ്യക്തി എവിടെ പോയാലും ഞാൻ ഒരിക്കലും നിന്നെ അനാഥനായി വിടുകയില്ല, ഞാൻ നിന്റെ കൂടെ വരും. ഇവിടെ ഞങ്ങൾ ഏകദേശം 7:45 കൂടി ഞങ്ങൾ ജീവൻ ജ്യോതി ആശ്രമം പുരാളിൽ നിന്ന് എൻ്റെ ഭവനത്തിലേക്ക് യാത്ര തിരിച്ചു. സാധാരണ രീതിയിൽ 45 മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനത്തിൽ എത്തിച്ചേരാം. അന്ന് ഏറെക്കുറെ പകുതി യാത്രയോളം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ട്രാഫിക് ജാം, ആ ട്രാഫിക് ജാമിൽ ഞങ്ങൾ പെട്ടു. പക്ഷേ എന്തുവാണ് അതിന് കാരണമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടാത്തൊരു സാഹചര്യം. കാരണം ഒന്നാമത് ഇവിടെ ആരും ഒന്നും അങ്ങനെ പറയാറില്ല. അങ്ങനെ ഒരു ആളെ കണ്ടു, അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ഇവിടെ സംഭവം. പുള്ളി പറഞ്ഞ 2 മതസ്ഥർ തമ്മിലുള്ള എന്തോ പ്രശ്നങ്ങളാണ്, കല്ലേറും അടിപിടിയൊക്കെ ആയിട്ട് ഇവിടെ വലിയ ഒരു കലുഷിതാവസ്ഥയിലാണ് ഇപ്പോൾ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാര്യം സംശയമാണ് എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു. ഇവിടെ ഈ സമയം ഞങ്ങൾ ശരിയായെന്ന് പറഞ്ഞാൽ മുന്നോട്ടോ പുറകോട്ടോ സൈഡിലേക്കോ ഒന്നും ഇറങ്ങാൻ മേലാത്തൊരവസ്ഥയിൽ ഞങ്ങൾ പെട്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങളുടെ ആ സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മുന്നിൽ പ്രശ്നങ്ങൾ നടക്കുന്നു, പുറകിൽ വാഹനം, ഫ്രണ്ടിൽ വാഹനം, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ജീവിത പങ്കാളിയും ഞാൻ ആദ്യം പറഞ്ഞ പോലെ 13 വയസ്സ് പ്രായമുള്ള 2 പെൺകുട്ടികളാണ് എനിക്കുള്ളത്. ഞങ്ങൾ 4 പേരും ഈ വാഹനത്തിലിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഞാൻ ആദ്യം കൂടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, വലിയൊരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നു. ആ സമയത്താണ് 2 വ്യക്തികൾ അതുവഴി വെള്ളം എടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞൊരു കുപ്പിയായിട്ട് പോകുന്നത് കണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വന്നു പറഞ്ഞ് വെള്ളം ഞങ്ങൾ കിട്ടി. പക്ഷെ ആ സമയത്ത് അതുവഴി തിരിഞ്ഞു പോയ ഒരു മോട്ടോർ സൈക്കിളിലെ 2 യുവാക്കളെ അവിടെ കൂടെ നിന്നവരടിച്ച് അവർ തലയെല്ലാം പൊട്ടിച്ചൊരു വലിയൊരു ഭീകര അന്തരീക്ഷം. നിങ്ങൾക്കറിയാം, 2 പെൺകുട്ടികളും ജീവിത പങ്കാളിയും ഞാനും എനിക്കിവരെ ഇട്ടിട്ട് മുന്നോട്ട് പോകാനോ അത് വാഹനത്തിൽ ഇറങ്ങാൻ പോകാനോ പറ്റാത്ത ഒരവസ്ഥയിൽ ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു കടന്നുപോയത്. ആ സമയത്ത് ഏറെക്കുറെ ഞങ്ങൾ 8:30 തൊട്ട് 11 മണി വരെ സമയം ഞങ്ങൾ വാഹനത്തിലായിരുന്നു. പിള്ളേർക്ക് മറ്റൊരു പരീക്ഷയുണ്ട്, അവർ തയ്യാറായിട്ടില്ല. വീട്ടിലെത്തണം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും. രാവിലെ 6:40 അവർക്ക് വേണ്ടി വാഹനം വരും. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാനും ജീവിത പങ്കാളിയും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിള്ളേരോട് പറഞ്ഞു, മക്കളെ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ റെസ്റ്റ് ചെയ്യാമെങ്കിൽ റെസ്റ്റ് ചെയ്തു, കാരണം നാളെ നിങ്ങൾക്ക് രാവിലെ എണീറ്റ് പോകണ്ടല്ലേ. അപ്പോൾ ഏറെക്കുറെ 11 മണി സമയം, അതായത് 2.5 മണിക്കൂർ നേരത്തോളം ഞങ്ങൾ ആ ട്രാഫിക്കിൽ ഇടം വലം തിരിയാൻ സാധിക്കാത്ത അവസ്ഥയിൽ പെട്ട് കഴിയുന്ന സമയത്താണ് പെട്ടെന്ന് ഞങ്ങളുടെ വാഹനത്തിൻ്റെ ഇടതു സൈഡിൽ ഒരു ചുവന്ന കാറ് വന്ന് നിൽക്കുകയും അതിൽ നിന്നൊരു വ്യക്തി വെളിയിലേക്ക് ഇറങ്ങി അദ്ദേഹം മുന്നോട്ട് പോയി. അല്പസമയത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്ന് പറഞ്ഞു, സാറേ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും വാഹനം തിരിച്ച് പുറകോട്ട് പോകാനായിട്ട് ശ്രമിക്കുക, ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ വണ്ടി കുറച്ച് സൈഡിലേക്ക് മാറ്റിത്തരാം, ഞങ്ങൾ വണ്ടി സൈഡിലേക്ക് തിരിക്കാൻ പറയുന്നു. ഞാൻ വാഹനം അദ്ദേഹം നിർദ്ദേശിച്ചതുപോലെ പുറകോട്ട് വളരെ വിഷമിച്ച് തിരിച്ചു കഴിയുമ്പോൾ ഞാൻ കാണുന്നൊരു കാഴ്ച, ഒരു കാറിന് പോകാവുന്ന രീതിയിൽ ഒരു വഴി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതാണ്. ഉടനെ ഞാൻ ആ വഴിയിലൂടെ സഞ്ചരിച്ചു. ഏകദേശം 15 മിനിറ്റോളം
യാത്ര ചെയ്തപ്പോൾ 150 മീറ്റർ എനിക്ക് കവർ ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾ റോങ് സൈഡിലൂടെ ഞങ്ങൾ മറുവശത്തുള്ള വഴിയിലേക്ക് എത്തി. അവിടെ തിരിച്ച് ഞങ്ങൾ വന്ന മെയിൻ റോഡിലെത്തി. അവിടെ നിന്ന് വീണ്ടും വേറെ വഴി കൂടി ആണ് ഞങ്ങൾ ഭവനത്തിലേക്ക് വന്നത്. ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഈ വ്യക്തിയെ, ഈ കാറിനെയോ പിന്നീട് ഞാൻ കണ്ടില്ല. ഞാൻ റോഡ് തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ഈ കാറോ ഈ വ്യക്തിയെ എനിക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഇതെന്ന് എനിക്കൊരു വളരെ വ്യക്തമായ രീതിയിൽ എനിക്ക് മനസ്സിലായി. കാരണം പരിശുദ്ധാത്മാവാണ് ആ വ്യക്തിയായി വന്നവിടെ പ്രവർത്തിച്ചതെന്നുള്ളത്. ഞങ്ങൾ സസുഖം പിറ്റേ ദിവസം വെളുപ്പിന് 12:30 ആകുമ്പോഴത്തേക്ക് ഭവനത്തിൽ എത്തിച്ചേർന്നു. ദൈവത്തിന് നന്ദി. പരിശുദ്ധാത്മാവ് ഞങ്ങൾ സഹായിച്ചതിന് പരിശുദ്ധാത്മാവിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ മൗദീ ശരീരമായ സഭയാണ് നമ്മൾ എന്ന അവബോധത്തോടെ പരിശുദ്ധാത്മാവിന്റെ ഈ നൊവേന പ്രാർത്ഥന നമുക്ക് ആരംഭിക്കാം. നമ്മൾ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ദൈവജനം ഒന്നിക്കുന്നിടത്ത് ദൈവാത്മാവിന്റെ സജീവ സാന്നിധ്യം പ്രകടമാകുന്നു. സെഹ്യോൻ ഉൾശാലയിൽ ഒന്നിച്ച പരിശുദ്ധ അമ്മയും ശിഷ്യഗണവും ഇതിന് സാക്ഷ്യമേകുന്നു. നമ്മുടെ നാഥൻ ക്രിസ്തുവാണ്. അവിടുന്ന് രക്ഷകനും പരിപാലകനും നിയന്താവുമാണെന്ന് സത്യമറിഞ്ഞ് അതിൽ ആഴപ്പെടുമ്പോഴേ നമ്മിലെ കുറവുകളെ കുറിച്ച് സ്വാർത്ഥത, വെറുപ്പ്, വിരോധം, കുടുംബാംഗങ്ങളോടുള്ള അവഗണന നമുക്ക് ബോധ്യമുണ്ടാവും. നമ്മുടെ ഉറ്റവരോടും അയൽപക്കക്കാരോടും സഹജീവികളോടും അറിഞ്ഞോ അറിയാതെയോ ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾക്ക് നമുക്ക് ഈ സമയം ഈശോയോട് മാപ്പപേക്ഷിക്കാം. മനസ്താവ് പ്രാർത്ഥന. ഓ എന്റെ ദൈവമേ, പാപിയായ എന്റെ മേൽ കരുണയുണ്ടാകണമേ. നാഥ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയോട് ഞാൻ മാപ്പപേക്ഷിക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷാകേന്ദ്രവുമായ അങ്ങേ വാക്കാലും ചിന്തയാലും പ്രവൃത്തിയാലും കുത്തിമുറിവേൽപ്പിച്ച അവസരങ്ങളെ ഞാൻ കൺമുന്നിൽ കാണുന്നു. ഈശോയെ, എന്റെ എളിയ കാഴ്ചയായി എന്റെ ജീവിതത്തെ അങ്ങ് സ്വീകരിക്കണമേ. ഇനിമേൽ പാപത്തിൽ വീഴുകയില്ല എന്ന പ്രതിജ്ഞയോടെ നാഥ, ഞാൻ നിന്റെ അരികെ നിലകൊള്ളുന്നു. പരിശുദ്ധാത്മാവ് കൃപയാൽ ഇനിമേൽ തഴക്കദോഷങ്ങളിൽ വീഴുകയോ ഒരു ചെറിയ പാപം പോലും ചെയ്യുകയോ ഇല്ല എന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. നിന്റെ കരുണയാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. ആമേൻ. എളിമയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. വിനയഗുണത്തിന്റെ മാതൃകയായി മനസ്സാക്ഷിയുടെ സ്വരമായി ഞങ്ങളിൽ വാഴുന്ന നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അഹങ്കാരത്തിന്റെ ചെങ്കോലും കിരീടവും ജീവിതയാത്രയിൽ കൈമുതലായി ഞങ്ങൾ സൂക്ഷിച്ചപ്പോൾ വിനയത്തിന്റെ മാതൃകയായി അവിടുത്തെ പുത്രനെ അങ്ങ് ഞങ്ങളിലേക്ക് അയച്ചുവല്ലോ. ഓ നല്ല ദൈവമേ, അങ്ങേ പുത്രനെ അനുകരിച്ച് എല്ലാവരോടും എളിമയോടെ വർദ്ധിക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. എളിമയുള്ളവർക്കായി
രക്ഷയുടെ കാനാൻ ദേശം വാഗ്ദാനം ചെയ്ത കർത്താവെ, ശാന്തശീലരായി എളിമയുള്ളവരായി ക്രൂശിതന്റെ പിന്നാലെ പോകുവാൻ ഞങ്ങൾക്ക് കൃപയേകണമേ. നിത്യപിതാവുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന. ഓ പരിശുദ്ധാത്മാവേ, നിത്യസഹായകനെ, പാവങ്ങളുടെ പിതാവേ, രോഗികളുടെയും പീഡിതരുടെയും ആശ്വാസമേ, ഹൃദയത്തിന്റെ പ്രകാശമേ, ആത്മാവിന്റെ വിശുദ്ധീകരണമേ, ഞാൻ അങ്ങയുടെ തിരുമുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. ഭക്ത്യാദരങ്ങളോടെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു. സ്വർഗീയ സിംഹാസനത്തിന് മുമ്പിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുന്ന മാലാഹാ വൃന്ദങ്ങളോടൊപ്പം ഞാനും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഏറ്റുപറയുന്നു. അങ്ങ് നിത്യനാണെന്നും സത്യയിൽ പിതാവിനോടും പുത്രനോടുമൊപ്പം ഒന്നാണെന്നും ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. നന്മയുടെ നിറകുടമായ അങ്ങ് എന്നെ രക്ഷിക്കുകയും എന്റെ ആത്മാവിനെ വിശദീകരിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഓ ദിവസ്നേഹമേ, ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെക്കാളും സ്ഥാനമാനങ്ങളെക്കാളും ഉപരിയായി എല്ലാ സ്നേഹത്തിനും യോഗ്യനും നന്മ നിറഞ്ഞവനുമായ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, നന്ദിഹീനനായ ഞാൻ അങ്ങയുടെ ദിവ്യ പ്രചോദനങ്ങളെ അവഗണിച്ചുകൊണ്ട് താൽക്കാലിക പാപസുഖങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അങ്ങയെ വേദനിപ്പിച്ചതിനെ ഓർത്ത് കണ്ണീരോടും ഉരുകിയ ഹൃദയത്തോടും കൂടെ മാപ്പപേക്ഷിക്കുന്നു. എന്റെ തണുത്തു മരവിച്ച ഹൃദയമിത ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ പ്രകാശരശ്മി കൊണ്ട് അത് തുളച്ചു കയറി അങ്ങേ തീപ്പുരി കണ്ട് എന്റെ പാപഭാരമാകുന്ന മഞ്ഞുകട്ടയെ ഉരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ ആത്മാവിൽ ദൈവകൃപകളും വരപ്രസാദങ്ങളും നിറച്ച അപ്പസ്തോലന്മാരുടെ ഹൃദയങ്ങളിൽ ദൈവിക തീഷ്ണത ജ്വലിപ്പിച്ച പരിശുദ്ധാത്മാവേ, എന്റെ ഹൃദയവും അവിടുത്തെ പരിശുദ്ധ സ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, ദുഷ്ടശക്തികൾക്കെതിരെ എന്നെ ശക്തിപ്പെടുത്തണമേ. ജ്വലിക്കുന്ന ശക്തിയെ നിന്റെ സ്നേഹത്താൽ എന്നെ ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ വഴികാട്ടിയെ സ്വർഗരാജ്യത്തിന്റെ ചിന്തകളാൽ എന്റെ ബുദ്ധിയെയും മനസ്സിനെയും എരിയിക്കണമേ. പരിശുദ്ധ മാടപ്രാവേ, എന്നെ നിഷ്കളങ്കനാക്കണമേ. ശാന്തതയുടെ ഇളം തെന്നലെ എന്നിലെ ആസക്തികളുടെ കൊടുങ്കാറ്റിനെ ശമിപ്പിക്കണമേ. പരിശുദ്ധ തീനാളമേ, അങ്ങേ സ്തുതിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. പരിശുദ്ധ തണൽ മേഘമേ, നിന്റെ നിഴലിൻ കീഴിൽ എനിക്ക് അഭയം നൽകണമേ. സ്വർഗീയദാനങ്ങളുടെ ഉറവിടമായ പരിശുദ്ധാത്മാവേ, സ്വർഗീയ വരങ്ങളാൽ ഞങ്ങളെ സമ്പന്നരാക്കണമേ. ദൈവിക ചിന്തയിൽ വളരുവാനും ത്രിത്വൈക ദൈവത്തിന്റെ സ്നേഹകൂടാരങ്ങളായി വാഴുവാനും ഞങ്ങൾക്ക് കൃപയേകണമേ. അങ്ങ് പിതാവിനോടും പുത്രനോടുമൊപ്പം വാഴുന്നത് പോലെ ഭൂമിയിൽ അങ്ങ് ഭവനങ്ങളായ സഹോദരക്കൊപ്പം ജീവിക്കുവാൻ ഞങ്ങളെ ഏവരെയും പ്രാപ്തരാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ ശരീരം അങ്ങയുടെ ആലയമാണെന്ന് ഞാൻ അറിയുന്നു. അങ്ങ് സൃഷ്ടാവും സർവശക്തനുമായ ദൈവവും ജീവന്റെ ഉറവിടവുമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്റെ ശരീരം അങ്ങയുടെ ജീവനും സ്നേഹവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കർത്താവായ ഈശോയെ, അവിടുത്തെ പരിപാവനമായ തിരുരക്തം എന്റെ മേലൊഴുക്കി എന്റെ പാപങ്ങളെല്ലാം കഴുകിക്കളയണമേ. എല്ലാ പാപങ്ങൾക്കുമായി ഞാൻ മാപ്പപേക്ഷിക്കുന്നു. എന്റെ എല്ലാ മുറിവുകളും കോപവും കുറ്റബോധവും ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വേദനിപ്പിക്കുന്ന എല്ലാ ഓർമ്മകളും സുഖപ്പെടുത്തണമേ. കർത്താവേ, അങ്ങേക്കെതിരായും എന്റെ അയൽക്കാർക്കും സഹോദരങ്ങൾക്കുമെതിരായും ഞാൻ പാപം ചെയ്തു പോയി. പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാക്കി ഈശോയെ എന്റെ ഹൃദയത്തിൽ നാഥനായി രക്ഷകനായി അവിടുന്ന് കടന്നു വരണമേ. അങ്ങ് എന്റെ ഉള്ളിലുള്ളപ്പോൾ എനിക്ക് ഒന്നിനെ കുറിച്ചും ഭയമില്ല. പുത്രനായ ദൈവം എന്റെ ഹൃദയത്തിലാണ് എന്ന ബോധ്യം എനിക്ക് ശക്തിയും ധൈര്യവും പകരുന്നു. കർത്താവായ യേശുവേ, അങ്ങ് ജീവിക്കുന്ന ദൈവമാണ്, അങ്ങ് ജീവനാണ്. അതിനാൽ ഞാൻ ജീവിക്കുന്നു. രക്തസ്രാവക്കാരിയെ സ്പർശനത്താൽ സൗഖ്യമാക്കിയ കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. യേശുവേ, അങ്ങയുടെ സാന്നിധ്യത്താലും ശക്തിയാലും എന്നെ നയിക്കുകയും നീതീകരിക്കുകയും ചെയ്യണമേ. ദൈവമായ കർത്താവേ, സർവശക്തനും കാരുണ്യവാനുമാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു.
ഏറ്റുപറയുന്നു. ഞാൻ ഏറ്റുപറയുന്നു. അങ്ങയുടെ സ്പർശനത്താൽ അങ്ങയുടെ സ്പർശനത്താൽ എൻ്റെ ആത്മാവിന്റെയും എൻ്റെ ആത്മാവിന്റെയും മനസ്സിന്റെയും ശരീരത്തിന്റെയും എല്ലാ മുറിവുകളും രോഗങ്ങളും സുഖപ്പെട്ടിരിക്കുന്നു. എന്നെ അങ്ങയിലേക്ക് അടുപ്പിച്ചതിനും സ്നേഹിച്ചതിനും സംരക്ഷിച്ചതിനും പരിപൂർണമായി സൗഖ്യപ്പെടുത്തിയതിനും ഞാൻ നന്ദി പറയുന്നു. സ്നേഹനിധിയായ ഈശോയെ, പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും ചേർന്നിരിക്കുന്ന ദൈവമേ, അങ്ങയെ ഞാൻ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും ഭക്ത്യാദരവോടെ ആരാധിക്കുന്നു. ആമേൻ. പ്രതിദിനമുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥന. പരിശുദ്ധാത്മാവായ ദൈവമേ, എന്റെ ആത്മാവിന്റെ ആനന്ദമേ, ഞാൻ എന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. എന്നെ പ്രകാശിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും നേരായ വഴിക്ക് നയിക്കുകയും ചെയ്യണമേ. എന്റെ ആത്മാവിന്റെ സ്വാന്തനമേ, ഞാൻ എന്നെ വാഴ്ത്തുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, എന്നെ സംബന്ധിച്ചുള്ള പിതാവിന്റെ തിരുവുള്ളം എന്താണെന്ന് എന്നെ ബോധ്യപ്പെടുത്തണമേ. അവ നിർവഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. അവിടുത്തെ ദിവ്യ പ്രചോദനങ്ങൾക്ക് വിധേയനായി എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തിനും ആമേൻ പറഞ്ഞ് സാഹ്ലാദം ജീവിക്കുവാൻ എന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവായ ദൈവമേ, സ്തുതി. പ്രിയപ്പെട്ട സഹോദരി, ഈ സമയം ഇത്രയും നമ്മൾ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി ദാഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മൾ പ്രാർത്ഥിച്ചു. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടുവെന്നും പൂർണ്ണമായി വിശ്വസിക്കാം. നമുക്ക് നമ്മുടെ രക്ഷയുടെ അടയാളമായ വിശുദ്ധ കുരിശ് നമ്മുടെ എത്തിവരച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ കുരിശിനാൽ മുദ്രിതപ്പെടാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളെന്ന് ഞങ്ങൾ രക്ഷിക്കാം. ഞങ്ങളുടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ
എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. യേശുവേ, ഞങ്ങൾക്ക് യേശുവിനെയും ആരാധനയും സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, കർത്താവേ, പെന്തക്കോസ്ത് തിരുനാളിന്റെ ഒരുക്കമായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നവദാസി നൊവേനയുടെ ഈ സമയത്ത് കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളിൽ ഓരോരുത്തരിലേക്കും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ നീ ക്രമീകരിക്കണമേ. ഈശോയെ, ഞങ്ങൾക്ക് നീ ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാക. ഈശോയെ, അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥനകളും യാചനകളും ചെവിക്കൊണ്ട് ഈശോയെ, ഈ ചെവിക്കൊണ്ട് ശൂന്യമായി കിടക്കുന്ന അങ്ങയുടെ ആലയത്തെ അങ്ങയുടെ നാമത്തെ പ്രതി കടാക്ഷിക്കണമേ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് കൊറോണ വൈറസിനെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ലോകം മുഴുവൻ അങ്ങയുടെ ആലയങ്ങള് അടഞ്ഞു കിടക്കുകയാണല്ലോ കർത്താവേ. ഈശോയെ, അങ്ങയുടെ ആലയത്തില് സന്തോഷത്തോടെ കടന്നു വരുവാനും അങ്ങയുടെ മുമ്പിൽ ഇരുന്ന് ആരാധിക്കുവാനുമുള്ള കൃപ ചൊരിയണമേ എന്ന് യാചിച്ചുകൊണ്ട് കർത്താവേ, ഈ സകല മക്കളുടെ മേലിലേക്കും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് കടാക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യാചിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ദൈവമേ, അവിടുന്ന് കരുണയായിരിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടുകൊണ്ട് ഈ നവനാൾ നൊവേനയില് കർത്താവേ, അങ്ങയുടെ പെന്തക്കോസ്ത് തിരുനാളാകുമ്പോഴേക്കും കർത്താവേ, ഞങ്ങളുടെ ഓരോ ആലയങ്ങളും തുറക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് കർത്താവേ, ഞങ്ങൾ കരുണയോടെ കണ്ണുനീരോടെ അങ്ങയുടെ മുമ്പിൽ യാചിക്കുന്ന ദൈവമേ, അടഞ്ഞു കിടക്കുന്ന ഈ ആലയങ്ങളെ അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിച്ച് തുറക്കുവാനുള്ള കട തരണമേ. ശൂന്യമായി കിടക്കുന്ന ഈ ആലയത്തിലേക്ക് ധാരാളം ആളുകൾ ഒഴുകി വന്ന് അങ്ങയുടെ മുമ്പിൽ കടാക്ഷപൂർവ്വം നിന്നുകൊണ്ട് അവിടുത്തെ പ്രാർത്ഥനകൾ ശ്രമിക്കുവാന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, പന്തക്കോസ്ത് തിരുനാളിന് ഒരുക്കമായിട്ട് ജീവൻ ജ്യോതി ആശ്രമത്തിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന യൂട്യൂബിലൂടെ നടത്തുന്ന ഈ 9 ദിവസത്തെ നൊവേന പ്രാർത്ഥനയുടെ 2ാം ദിവസമായ ഇന്ന്, അതുപോലെ ഇന്നലെയും ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ച് പരിശുദ്ധാത്മാവിനോട് ഞങ്ങളോടൊപ്പം പ്രാർത്ഥിച്ച എല്ലാ സഹോദരങ്ങൾക്കും ഈശോയുടെ നാമത്തില് ഞങ്ങൾ ഒത്തിരി നന്ദിയും സന്തോഷവും അർപ്പിക്കുന്നു. ഒപ്പം ഇനിയുള്ള ദിവസങ്ങളിലും ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കെടുക്കണമെന്നും അതുപോലെ നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ മറ്റെല്ലാ സഹോദരങ്ങളെയും ഈ പ്രാർത്ഥനയെക്കുറിച്ച് അറിയിക്കണമെന്നും ഇത് ഷെയർ ചെയ്യണമെന്നും നിങ്ങളോട് ഓരോരുത്തരോടും അപേക്ഷിക്കുന്നതിനോടൊപ്പം ഈ പ്രത്യേക കാലഘട്ടത്തിലെ കൊറോണ വൈറസിനെ അതിജീവിക്കാൻ
ലോകത്തെ മുഴുവൻ കർത്താവിന് വേണ്ടിയിട്ട് നേടിയെടുക്കുവാൻ ആവശ്യമായ ശക്തി ഈ പന്തക്കോസ്ത തിരുനാളിന് മുൻപായിട്ട് തന്നെ പരിശുദ്ധാത്മാവിൽ നിന്ന് സ്വീകരിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.